ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ വീടിൻ്റെ വൃത്തി എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരും. എന്നിട്ട് നന്നായിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ആര് വന്നാലും കാണുന്ന വേറൊരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അതും വേഗം തന്നെ ഒന്ന് ക്ലീനാക്കി ഇടുക. നമ്മൾ മുറ്റടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ട് നന്നാക്കുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുറ്റൊന്നും ചിലപ്പോൾ അടിച്ചു വാരാനുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏതായാലും വീടിൻ്റെ ഒരു മുൻവശം ഉണ്ടാവില്ല, എന്തായാലും അതിൻ്റെ ആ ഒരു ഭാഗം എന്തായാലും ആദ്യം തന്നെ ക്ലിയർ ആക്കി ഇടാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആര് വന്നാലും ആദ്യം കാണുന്നത് ആ ഒരു ഭാഗമായിരിക്കുമല്ലോ. അപ്പം ചെരുപ്പുകളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക. പിന്നെ ഒന്ന് നന്നായിട്ട് അടിച്ച് വാരിയിട്ട് 1-2 പ്രാവശ്യമായിട്ട് അങ്ങനെ തുടച്ചിട്ടാൽ തന്നെ നമ്മളെ വീടിൻ്റെ ആ ഒരു മുൻവശം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും സിറ്റ് ഔട്ടിൽ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഇങ്ങനെ ഒരു മാറ്റ് വിരിച്ചു കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതാ ലിവിങ് റൂമിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ലിവിങ് റൂമിലേക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ചൂലും ഉണ്ടാവും, ഒരു ഉണങ്ങിയ തുണി ഉണ്ടാവും, ഒരു നനഞ്ഞ തുണി ഉണ്ടാവും. അപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടക്കേണ്ട ഭാഗങ്ങളൊക്കെ അങ്ങനെയും തുടക്കും. ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കേണ്ട ഫർണിച്ചർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും തുടക്കും. പിന്നെ ജനലിൽ മാറാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടോ ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ സെറ്റിയിലോ കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലും കുട്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ടോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. പിന്നെ അതാ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടെ ആ കുട്ടികളൊക്കെ ഓരോന്നും നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയിലെടുത്ത് വെക്കുക. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സമയമില്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് വെക്കുക. പിന്നെ അത് നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് ടേബിളൊക്കെ നന്നായിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നല്ല, എന്നും തുടച്ചിടാൻ തന്നെ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ ആ ഒരു പൊടി ഒരിക്കലും നമുക്ക് ഇരിക്കില്ല. നമ്മൾ തുടക്കാത്ത ദിവസങ്ങളിൽ ഒന്ന് ദൂരെ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞ് നോക്കിയാൽ എന്തായാലും അതിലൊക്കെ പൊടി ഇരിക്കുന്നത് കാണാം. പിന്നെ നമ്മൾ വീട്ടിൽ പൊടി ഇരിക്കും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഒന്നിടവിട്ടിട്ടോ ഇനി ദിവസം തുടച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇന്നൊരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കുക. പിന്നെ അതൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട് വൃത്തിയാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കുട്ടികളുടെ ബുക്സും കാര്യങ്ങളൊക്കെ അവർ സ്ഥാനം തെറ്റി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെക്കുക, അവരോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് വെക്കുക. പിന്നെ അതാ നമ്മൾ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ വെനീർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചാൽ അതൊക്കെ നാശമായി പോകുന്നതാണ്. പിന്നെ അതാ ഞാൻ ബെഡ്റൂമിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കയറുന്ന രീതിയിൽ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതാ നമ്മൾ ബെഡ്ഷീറ്റും പുതപ്പും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് റഫായിട്ടാണ് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം വന്നിട്ടാണ് പുതപ്പൊക്കെ ഒന്ന് റെഡിയാക്കി ആ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വിരിച്ച് നമ്മൾ തലയണയൊക്കെ ഒന്ന് വെക്കേണ്ട രീതിയിലൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി വെക്കുക. അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും നമ്മൾ ബെഡ്റൂമിൽ. പിന്നെ നമ്മളിതാ മടക്കാനുള്ള തുണികളൊക്കെ ഒന്ന് മടക്കി അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഏറ്റവും വലിയൊരു വൃത്തി എന്ന് പറയുന്നത്. തുണികളൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തി നമ്മളെ വീടിനുണ്ടാവില്ല. അപ്പം അതൊന്ന് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്. നമ്മളുടെ വീട്ടിലെ പാത്രങ്ങളും ഡ്രസ്സുകളും വൃത്തിയായാൽ തന്നെ നമ്മുടെ വീടിൻ്റെ പകുതി പണി കഴിഞ്ഞതുപോലെ തോന്നും. നമ്മളെ കിച്ചണും നമ്മുടെ ഈ ഒരു അലക്കലും തന്നെയാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് വൃത്തിയായിട്ട് തോന്നേണ്ടത്. അങ്ങനെ നമ്മളെ മടക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് അലക്കാനുണ്ടാവുമല്ലോ എന്തായാലും.
അതൊക്കെ അലക്കാനിടുക, അലക്കാനിട്ടതുണ്ടാവും മെഷീനിൽ, അതൊക്കെ ഒന്ന് ആറിയിടുക, അതൊക്കെയാണ് കേട്ടോ പിന്നത്തെ എൻ്റെ ജോലി. എന്നും നമ്മൾ ചെയ്യേണ്ട ജോലികളാണ് കേട്ടോ ഇതൊക്കെ. നമ്മളിതൊക്കെ ഒന്ന് പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടായി പോകും. പിറ്റേ ദിവസത്തേക്ക് കുന്നുകൂടി നമുക്ക് ഓരോ ജോലികളും ഉണ്ടാവും. എന്നെന്നും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മളുടെ വാഷിംഗ് മെഷീനൊക്കെ ലോങ് ലൈഫ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈർപ്പം എന്തായാലും അതിൽ നിലനിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലൊരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിടാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോൾ നല്ലതായിട്ട് കിട്ടും കേട്ടോ. നമ്മളെ മെഷീനൊന്നും തുരുമ്പിക്കാതെയും അതിൽ ഈർപ്പം നിന്നിട്ട് പെട്ടെന്ന് തന്നെ മെഷീൻ കേട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അത് നമുക്ക് തുണികളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് നിവർത്തി അങ്ങ് വിരിച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ ചുരുട്ടി കൂട്ടി അതേപോലെ തന്നെ അങ്ങ് ആറിയിട്ടാൽ ശരിയാവില്ല. നമ്മൾ ആറിടുന്ന സമയത്ത് നന്നായിട്ട് കുടഞ്ഞ് നല്ല എല്ലാ ഭാഗവും ഒരുപോലെ ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ ആറിടാൻ ശ്രദ്ധിക്കുക. നമ്മൾ തുണികളൊക്കെ വിരിച്ചിടുന്ന സമയത്ത് ഒരു ഓർഡറിലൊക്കെ വിരിച്ചിടാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നർ വെയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാത്ത ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങനെ ആറിടുക. പിന്നെ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നിവർത്തി വിരിച്ചിടാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് നല്ല വലിപ്പമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മുന്നിക്കായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തി വേണം കേട്ടോ നമ്മൾ ആറിട്ട സാധനങ്ങൾക്ക്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാ നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ ആറിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴയും പെയ്യും, ഇടയ്ക്ക് നല്ല വെയിലും, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ചില സമയത്ത് ഇങ്ങനെ കോട മൂടിയ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാവുക. അങ്ങനെ അതാ നമ്മൾ ആറിടലും കുറച്ചിങ്ങനെ നോക്കി നിൽക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്കാണ് പിന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് തന്നെയാണ്. അതൊക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എണ്ണക്കായത് വേറൊരു ക്ലോത്ത് വെച്ച് തുടക്കുക, പിന്നെ അത് നല്ലൊരു തുണി വെച്ചിട്ട് തുടക്കുക, പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചും തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടിരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേബിളൊക്കെ അപ്പോൾ തന്നെ തുടച്ചിടാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് വെക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഏത് കാര്യങ്ങളും പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭാരമായിട്ട് തന്നെ വരുള്ളൂ. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പിലൊക്കെ നിരന്ന് നിൽക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂട്ടി വെക്കാതെ അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ അതാത് നേരത്തത് അപ്പോൾ തന്നെ അങ്ങ് കഴുകി വെച്ചാൽ നമ്മളെ ആ ഒരു കിച്ചൺ നമ്മൾ പിന്നെ പോകുന്ന സമയത്ത് നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ. നമ്മൾ ഈ രാവിലത്തത് ഉച്ചക്കൊക്കെ വെച്ചേക്കുക, ഉച്ചക്കത്ത് വൈകുന്നേരത്തൊക്കെ വെച്ചേക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ കൗണ്ടർ ടോപ്പും കിച്ചണൊന്നും ഒരു സമയത്ത് ഒരു വൃത്തി ഇല്ലാതിരിക്കുക. പിന്നെ കിച്ചണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. പാത്രം കഴുകി വെച്ചാൽ മാത്രം പോരാ കേട്ടോ. ഇതുപോലെ നല്ല ഒരു മൈക്രോ ഫൈബർ ക്ലോത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിടുകയാണെങ്കിൽ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ കിച്ചണിലായാലും ഹാളിലായാലും ബാത്റൂമിലായാലും ഒക്കെ ഒരു ബാഡ് സ്മെല്ലുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുക. ഒരു 2 ചെറുനാരങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് മുറിച്ചെടുക്കില്ല, ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പുമാണ് കേട്ടോ. ഒരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു ബൗൾ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാനൊരു വൈറ്റ് വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഏതാണോ ഒരു എസെൻഷ്യൽ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഹാൻഡ് വാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നന്നായിട്ടാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്, ഞാൻ കിച്ചണിൽ വെച്ച് കൊടുക്കാറുണ്ട്, ഹാളിൽ വാഷ് ബേസിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.